എന്തുകൊണ്ട് കൃഷ്ണൻ കാർവർണ്ണനായി എന്നുള്ളത് നോക്കാം. നൈമിഷാരണ്യത്തില് ദേവന്മാരെല്ലാവരും ചേർന്ന് ഒരു സത്രം നടത്തുന്ന സമയമായിരുന്നു. ഭൂഭാരം കുറയ്ക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന ആളാണ് യമധർമ്മൻ. പക്ഷെ യാഗദീക്ഷ എടുത്തതിനാല് ആ സമയം യമൻ സ്വധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വന്നു. ദേവന്മാര് ആശങ്കാകുലരായി അവര് ബ്രഹ്മാവിനെ സമീപിച്ചു. പിതാമഹ, യമദേവൻ മനുഷ്യരെ സംഹരിക്കാത്തതിനാൽ അവരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണ്. മരണഭയം അവർക്ക് തീരെ ഇല്ലാണ്ടായിരിക്കുന്നു. എന്തെങ്കിലും പ്രതിവിധി കൽപ്പിച്ച് ഞങ്ങളുടെ ദുഃഖശമനം വരുത്തി തരണമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് അവരോട് പറയാണ്, സത്രം കഴിയണത് വരെ കാത്തിരിക്കുക. അത് പൂർത്തിയാകുമ്പോൾ യമൻ സ്വധർമ്മത്തിലേക്ക് മുഴുകും. അതോടെ മനുഷ്യരുടെ എണ്ണത്തില് കുറവുണ്ടാകും. ഇപ്പോഴുള്ള അവരുടെ ഗർവ് ശമിക്കും. ഇത് കേട്ട് ദേവന്മാര് യജ്ഞസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. യജ്ഞത്തിനടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടിട്ട് ദേവേന്ദ്രൻ അവിടേക്ക് വന്ന് കാരണം തിരക്കുകയാണ്. തനിക്കൊപ്പം വന്നാൽ ദുഃഖകാരണം നേരിട്ട് കണ്ടറിയാം എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ അവളുടെ കൂടെ നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ തേജസ്വിയായിട്ടുള്ള ഒരു യുവാവ് ഒരു സ്ത്രീയോടൊപ്പം ഇരുന്ന് മറ്റൊന്നും ശ്രദ്ധിക്കാണ്ട് ചൂതുകളിയിൽ ഇരിക്കുന്നത് കണ്ടു. ദേവരാജാവായ തന്നെ കണ്ടിട്ടും അറിയാതിരുന്ന യുവാവിനെ ദേവേന്ദ്രൻ ചോദ്യം ചെയ്തു. രൂക്ഷമായിട്ട് ഒന്ന് നോക്കുക മാത്രം ചെയ്ത് യുവാവ് കളി തുടർന്നു. ആ നോട്ടത്തില് ദേവേന്ദ്രൻ നിശബ്ദനായി പോയി. കളി പൂർത്തിയാക്കിയ യുവാവ് ദേവേന്ദ്രനോട് ഒരു ഗുഹയിലേക്ക് പോയിരുന്നു കൊള്ളാൻ പറഞ്ഞു. യുവാവിന്റെ തേജസ്സിലും വാക്കുകളുടെ ഗാംഭീര്യത്തിലും ഒക്കെ ഭയന്നുപോയ ദേവേന്ദ്രൻ അപ്രകാരം തന്നെ ചെയ്തു. അവിടെ ചെന്നപ്പോ തന്നെ പോലെ തന്നെ മറ്റ് അഞ്ച് ദേവേന്ദ്രന്മാര് വേറെ അവിടെ ഇരിക്കുന്നു. വിശ്വബുക്ക്, ഭൂതദാമാവ്, ശിബി, ശാന്തി, തേജസ്വി എന്നിവരായിരുന്നു അവര്. ഇതുപോലെ യുവാവിന് നേരെ അധികാരഗർവവുമായിട്ട് ചെന്നതിനാൽ യുവാവ് തടങ്കലിട്ടതായിരുന്നു അവിടെ. യുവാവ് ചില്ലറക്കാരനല്ലെന്ന് ദേവേന്ദ്രന് മനസ്സിലായി. തങ്ങളോട് ക്ഷമിക്കാൻ അവരെല്ലാവരെയും കൂട്ടിയിട്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ആ യുവാവ് മറ്റാരും ആയിരുന്നില്ല, സംഹാരദേവനായ സാക്ഷാൽ പരമശിവനായിരുന്നു അത്. താൻ കോപിച്ചതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നവനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കോപത്തിന് പാത്രമായി ഇവര് ഭൂമിയിൽ പോയി ജനിക്കണം. എന്നിട്ട് ദുഷ്ടമനുഷ്യന്മാരെ കൊന്നൊടുക്കി തന്റെ സന്തോഷത്തിന് പാത്രമായി കഴിഞ്ഞാൽ ദേവലോകത്തേക്ക് തിരിച്ചു വരാം. അങ്ങനെ അവരെ സമ്മതിച്ചു. അപ്രകാരം പരമശിവന്റെ ആജ്ഞപ്രകാരം ഭൂമിയിൽ ജനിച്ചവരാണ് പഞ്ചപാണ്ഡവന്മാര്. ഇങ്ങനെ ഇതെല്ലാം മഹാവിഷ്ണുവിനോട് ദേവന്മാരെ ഉണർത്തിച്ചു. ഭൂഭാരം തീർക്കുന്നതില് നാരായണനും പൂർണ്ണസമ്മതം. അദ്ദേഹം തന്റെ തലയിൽ നിന്നും ഒരു വെളുത്ത രോമവും ഒരു കറുത്ത രോമവും വലിച്ചെടുത്ത് ഭൂമിയിലേക്കിട്ടു. ഇതിലെ കറുത്ത രോമം കൃഷ്ണനായി ദേവകിയുടെ ഉദരത്തിലും വെളുത്ത രോമം ബലഭദ്രനായിട്ട് യദുവംശത്തിലെ രോഹിണിയിലും പ്രവേശിച്ചു. പഞ്ചപാണ്ഡവരായി ജന്മമെടുത്ത ദേവന്മാർക്ക് രക്ഷകരായി മഹാവിഷ്ണു ഒരേ സമയം തന്നെ വെളുത്ത നിറമുള്ള ബലരാമനായിട്ടും കറുത്ത നിറമുള്ള കൃഷ്ണനായിട്ടും ഭൂമിയിൽ ജനിച്ചതിന്റെ കാരണം ഇതാണ്. കാലം ചെന്നപ്പോ മഹാഭാരത യുദ്ധത്തിന്റെ പേരിൽ മനുഷ്യർ രണ്ടായി തിരിഞ്ഞ് പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും നിന്ന് പോരടിച്ചു. രണ്ടു പക്ഷത്തും ആൾനാശമുണ്ടായി. ദേവന്മാർ ഉദ്ദേശിച്ച കാര്യം നിവർത്തിച്ചു. ഭൂഭാരം തീർത്ത് ദേവന്മാര് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. ഇത് മഹാഭാരതത്തില് ആദിപർവ്വത 199 അധ്യായത്തിലാണ് ഇത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്.